ഹലോ ഹലോ ഗൈസ്, ഒരു വർഷത്തിന് ശേഷം ഞാൻ എന്റെ സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വ്ളോഗാട്ടോ ഇത്. നമ്മൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതൊക്കെ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാണ്. അങ്ങനെ നമ്മൾ ഒരു വർഷത്തിന് ശേഷം നമ്മുടെ വീട്ടിലെത്തി. ഹായ് കാട്, നമ്മുടെ കാട്. പൂവൊക്കെ എത്രകാലം ഉണ്ടായിരുന്നു. എന്ത് ഭംഗിയുള്ള പൂവാ. ഹായ്, വേർസ് മമ്മി? ഹായ്. ഹായ്, കുമ്പളം ഉണ്ടല്ലോ. കപ്പളങ്ങ പഴുത്തത് കിടപ്പുണ്ടമ്മ. കുമ്പളങ്ങ ആയതുണ്ടേ. ഇതൊക്കെ കാണുമ്പോഴാണ് എന്തിനാണ് നമ്മളൊക്കെ പുറത്തു പോണേന്ന്. പഴുത്തനങ്ങ. ഓ, കടലാസ് ചെടിയൊക്കെ നിക്കണ നോക്കി. ഇതൊക്കെ ദുബായിലെ കടലാസ് ചെടി. ഇത് മുറുകൂടിന്റെ ഇലയാട്ടോ. കുറെ ആൾക്കാരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് പിഴിഞ്ഞിട്ട് അതിന്റെ നീര് ഒഴിച്ചാൽ മതി, വേഗം ഉണങ്ങും. നല്ല എഫക്റ്റീവാ മുറുകൂടി. നമുക്ക് നമ്മുടെ പറമ്പൊക്കെ കാണാൻ പോവാട്ടോ. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു സ്റ്റെപ്പാണ്. എന്റെ അപ്പച്ചൻ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റെപ്പാണ് ഇതൊക്കെ. ഇവിടേക്ക് ഇരുന്ന് എന്തോ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് അറിയോ? ഇഷ്ടം പോലെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റബ്ബറും പറമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുകയാണ്. ശരി, ഇത്തൽക്കണ്ണി കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ മരത്തിലും കവുങ്ങയിലൊക്കെ കയറി പിടിക്കുന്ന ഇത്തൽക്കണ്ണി, അതിന്റെ കുരുവാണിത്. ഒരു കായ, നല്ല കരടിന്റെ തുരി പോലത്തെ കായ. ആടിന്റെ ഇത് ആട്ട സൂപ്പ് ഉണ്ടാക്കുമ്പോ ഇടാൻ പറ്റൂത്രേ. നോക്ക്, ഇതാണ് നമ്മുടെ ഇത്തൽക്കണ്ണി. ഈ ജാതിക്കാത്തോട്ടം. വാവ്, ജാതിക്കയാണ് നമ്മൾ എക്സ്പ്രഷൻ കാണാൻ പോകുന്നത്. ജാതിക്ക കഴിക്കുന്നതിന്റെ കേട്ടോ. പുളിയില്ല, പക്ഷെ കാണിക്കണം. കുറച്ച് ഉപ്പും കൂടി വേണമായിരുന്നു. കുഞ്ഞുണ്ട്, കുഞ്ഞ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. അതാകുമ്പോ അധികം പുളി ഉണ്ടാവില്ല. ഇരുമ്പമ്പുളി. വാ, നമ്മുടെ അത്തപ്പൂക്കളത്തിലെ മെയിൻ പൂവ്. ഈ തോട്ടിലൊക്കെ എന്തോരം നമ്മൾ പശുവിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കല്ലിനെ പശുവാക്കിയിട്ട്? എന്താ കിട്ടു? ഓക്കെ. ഇവിടേക്ക് വന്ന് എന്തോ കളിച്ചിട്ടുണ്ടാ. നമുക്ക് നമ്മുടെ കുളത്തിലോട്ട് പോവാം. കുളം, കുളമല്ല, കുളം. ഇത് കാടാണ്. പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് കേട്ടോ കാടായത്. ഇത് കാടാവൂലായിരുന്നു, പണിക്കാർ വന്നിട്ടില്ല. ഈ പണിക്കാർ വന്നതായിട്ട് ഞങ്ങളൊരു വീഡിയോ കൂടെ എടുക്കാം. അപ്പൊ നല്ല സൂപ്പറായിട്ട് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ.
ഞങ്ങളുടെ കുളം കണ്ടോ, അതിനകത്ത് ഒത്തിരി മീനുകളുണ്ടായിരുന്നു. വലിയ ആ തോട്ടിൽ നിന്ന് വെള്ളം വന്ന് കയറി കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ വെള്ളം എല്ലാം കൂടെ തോട്ടിൽ നിറഞ്ഞ് ഈ കുളമൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ഈ ഇതിനകത്തുള്ള മീനുകളെല്ലാം പുറത്തു പോകും. ഇപ്പൊ കുറച്ച് മീനുകളുണ്ട് അതിനകത്ത്. ഇതുണ്ടോ, ഇതൊക്കെ ഞാൻ വളർത്താനിട്ടേക്കുന്ന മീനാണ്. ഇതൊക്കെയോ ഈ കണ്ണാഞ്ചുട്ടിയൊക്കെയോ? കണ്ണാൻകുട്ടിയെല്ലാം ഇവിടെ ചേട്ടാ കൊണ്ട് കുളത്തിൽ മീൻ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇതാണ് കണ്ണാൻകുട്ടി. കണ്ണാഞ്ചുട്ടി കണ്ണാൻകുട്ടിയല്ല ഇല്ല കുഞ്ഞെ, ഇപ്പൊ ചാടിക്കാം. ഞാൻ നമ്മുടെ നാടൊക്കെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? ഈ മണ്ണിക്കൂടെയുള്ള ഒരു നടത്തം. ഓഫ്, ഇത് ഞങ്ങളുടെ തോട്. ഈ ഒരു തെങ്ങ് കവുങ്ങ് വരെ പോയി കിടന്ന് അതിന്റെ വെയിക്കുന്നുണ്ട് അവിടെ അതിനകത്ത്. അത്രയ്ക്ക് ഞാൻ കയറി അങ്ങ് ആകാശം കായ്ക്കുന്നില്ല. അപ്പൊ അതിനത് വേറെ നമ്മളൊക്കെ ചെയ്യണം. പഠിക്കാൻ വേണ്ടി പോകുന്നതാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് വെള്ളത്തിലൊക്കെ കളിച്ച് കുറച്ച് കഴിയുമ്പോ തിരിച്ചു വീട്ടിലോട്ട് കയറി പോകും. ഇതൊക്കെ നമ്മുടെ പറമ്പാട്ടോ. തെന്നി വീഴുന്നത് ഓ,